നിർമ്മാണം പൂർത്തിയാകാതെ പോയ കോട്ടയം നഗരത്തിലെ ആകാശപാത തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വീണ്ടും ചർച്ചയാക്കുകയാണ് UDFും NDAയും. വികസന പ്രവർത്തനങ്ങൾ തുടർച്ചയാണെന്നും കഴിഞ്ഞ 10 വർഷമായി ആകാശപാതയുടെ കാര്യത്തിൽ LDF സർക്കാർ നടപടികൾ സ്വീകരിച്ചില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്നും ആകാശപാതയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോട്ടയം ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണയും പ്രധാന ചർച്ചാ വിഷയമായി LDF ഉയർത്താൻ ആലോചിക്കുന്നത് ആകാശപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി LDF ഈ വിഷയം സജീവമായി ഉയർത്താൻ ആലോചിക്കുകയാണ്. എന്താണ് അതിൽ പറയാനുള്ളത്? ഗവൺമെൻറ് ഇത് ചെയ്തില്ല, അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? വരാൻ പോകുന്ന ഒരു ഗവൺമെൻറ് അത് ചെയ്യും. ആ ഗവൺമെൻറ് എങ്ങനെ ചെയ്യും എന്നുള്ളത് ജനങ്ങളുമായിട്ട് ആലോചിച്ച് ഞങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് സർക്കാർ ഇത് തീരുമാനിച്ചില്ലെന്ന് വന്നാൽ എന്നാൽ പിന്നെ അവർ പൊളിച്ചു മാറ്റണ്ടേ? പൊളിച്ചിട്ടുമില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവർ അംഗീകരിക്കുന്നില്ലേ? ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിനകത്ത് അവർ വേറെ ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല. അവർ നിർമ്മാണത്തിന് തടസ്സം പറഞ്ഞ സാമ്പത്തികമായിട്ട് കുറവുണ്ടെന്നാണ്. ആ കുറവ് നികത്താൻ പറ്റുമോ എന്ന് കളക്ടർ എന്നോട് ചോദിച്ചു. MLA ഫണ്ടിനകത്തുനിന്ന് അവശേഷിക്കുന്ന തുക കൊടുക്കാം എന്ന് ഞാൻ പറയുകയും ചെയ്തു. അതിനുശേഷം ഒരു കത്തും എനിക്ക് തന്നിട്ടുമില്ല. അതിൻ്റെ അർത്ഥം എന്താ? കോടതി പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ഫോർ ദി അതോറിറ്റീസ് ടു ഡിസൈഡ്. ഇതിനകത്ത് അതോറിറ്റി ആരാ? അത് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റുമാണ്. അതിൻ്റെ ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അതിൻ്റെ വൈസ് ചെയർമാൻ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയാണ്. അവരാ തീരുമാനിക്കേണ്ടത്. അവർ 10 കൊല്ലമായിട്ട് തീരുമാനിച്ച് ഇതുപോലെ ഇത് ചെയ്യണ്ട എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഞങ്ങളതിനകത്ത് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കുന്നു. പുതിയ ഗവൺമെൻറ് വന്നിട്ട് ആ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമായിട്ട് വരട്ടെ. പഴയ ഗവൺമെൻറ്റിൻ്റെ നടപടി ഇത് ചവിട്ടി മുക്കുക എന്നായിരുന്നു. പുതിയ ഗവൺമെൻറ് വന്നിട്ട് അതിന് മെച്ചപ്പെട്ട ഒരു സാഹചര്യം വരുമോ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സംസ്ഥാനത്തുടനീളമുള്ള സാഹചര്യം എങ്ങനെയായിരിക്കും? ഒരു വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് UDFിൻ്റെ നേതാക്കളാകെ പറയുകയാണ്. അത്തരത്തിൽ അതിൻ്റെ ഒരു പ്രതിഫലനം എത്രത്തോളം ആയിരിക്കും എന്നാണ് കരുതുന്നത്? ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം. അടുത്ത മെയ് മാസത്തിൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും. അതിൽ കൃത്യമായി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾ അധികാരത്തിലേക്ക് വരികയും ചെയ്യും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. ഏതാണെങ്കിലും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം രേഖപ്പെടുത്തുകയായിരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഒരു പുതിയ UDFിന്റെ സർക്കാർ ഉണ്ടാകുമെന്ന് കൂടി അദ്ദേഹം പറയുന്നു. ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.